2025 ജൂലൈ മാസത്തിൽ പണം, ഭൂമി, പശുക്കൾ, വാഹനാദി സുഖസൗകര്യങ്ങൾ, സുഖം, സംതൃപ്തി, സുശീലകളും സുന്ദരികളുമായവരുമായുള്ള അടുപ്പം, മനസ്സിന് വർദ്ധിച്ച സന്തോഷം, ഇവയൊക്കെ ലഭ്യമാകുന്ന 5 നക്ഷത്രജാതകരുണ്ട്. അസുരഗുരുവായ ശുക്രദശാസന്ധിയിലെ അനുഭവമാണ് മേൽ വിവരിച്ചത്. പണം വരും, ഭൂമി വാങ്ങാൻ സാധിക്കും, പശുക്കൾ, വാഹനാദി സുഖസൗകര്യങ്ങൾ, സംതൃപ്തി, മനസ്സിന് അതിയായ സന്തോഷം, ഈ യോഗങ്ങളൊക്കെ ലഭ്യമാകുന്ന 5 നക്ഷത്രജാതകർ. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ നക്ഷത്രജാതകർക്ക് ഇങ്ങനെയൊരു അനുഭവം വന്നു ചേരും. അത്ഭുതകരമായിട്ടുള്ള പല നല്ല കാഴ്ചകളും ഈ നക്ഷത്രജാതകർ കാണിക്കുക തന്നെ ചെയ്യും. സത്കീർത്തി ഉണ്ടാകും, ധനമുണ്ടാകും, ലോട്ടറി അടിക്കും, വിദേശ യാത്രാഭാഗ്യമുണ്ടാകും, കർമ്മമേഖലയിൽ വിജയിക്കാൻ കഴിയും, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വിജയക്കയറ്റം ഉണ്ടാകും. അന്തസ്സോടെ ജീവിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുന്ന സമയമാണ്. 2025 ജൂലൈ 16 മിഥുനത്തിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് സൂര്യൻ മാറുകയാണ്. ജൂലൈ 2 മുതൽ 25 വരെ കർക്കിടകത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു. ശുക്രൻ ജൂലൈ 26 വരെ ഇടവത്തിലും അതിനുശേഷം മിഥുനൻ രാശിയിലേക്കും മാറുന്നു. ചൊവ്വ ജൂലൈ 28 വരെ ചിങ്ങത്തിൽ തുടരുകയും അതിനുശേഷം കന്നിയിലേക്ക് മാറുകയും ചെയ്യുന്നു. വ്യാഴം മിഥുന രാശിയിലും ശനി മീനൻ രാശിയിലും തുടരുന്നു. രാഹു കുംഭത്തിലും കേതു ജൂലൈ 28 വരെ ചിങ്ങത്തിലും അതിനുശേഷം കന്നിയിലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹമാറ്റങ്ങൾ 5 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണിക്കും. ഇവരുടെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം അവരുടെ മുന്നിൽ തെളിയിക്കും. ഇനി ഭാഗ്യമാണ്. ഇനി നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകരെത്തും. ഇവർ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് അത്ഭുതപ്പെടുത്തുന്ന പല നല്ല മാറ്റങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പണം, ഭൂമി, പശുക്കൾ, വാഹനാദി സുഖ സൗകര്യങ്ങൾ, സംതൃപ്തി, സുശീലകളും സുന്ദരികളുമായവരുമായുള്ള അടുപ്പം, അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന 5 നക്ഷത്രജാതകർ. ഇവർക്കിനി ഭാഗ്യമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ കലഹങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു. ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് മകീരൻ നക്ഷത്രം. മകീരൻ നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായി അനുകൂലമായ സമയമാണ്. ഇവരൊരു ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സാമ്പത്തിക ഭദ്രതയും പ്രതീക്ഷിക്കാം. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. നല്ല ധനം വന്നു ചേരും, പക്ഷെ പരിക്കുകളൊന്നും പറ്റാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിൽ മികച്ച ഫലങ്ങൾ ലഭിക്കും. വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ശരിയാകുന്ന സമയമാണ്. അതുപോലെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ഒരു നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച, എല്ലാ രീതിയിലും ഭാഗ്യമാണ്. അതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, ചിട്ടിയടിക്കാനുള്ള യോഗമുണ്ട്. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമം നടത്തിയാൽ അത് തീർച്ചയായും ലഭിക്കുവാനുള്ള യോഗവുമുണ്ട്. ഏതായാലും നിങ്ങളുടെ നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്നു. 2025 ജൂലൈ മാസത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും. ഇതിൽ പ്രധാനമായത് ധനപരമായിട്ടുള്ള ഇവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നു എന്നത് തന്നെയാണ്. ഇവർക്ക് സാമ്പത്തികമായി വളരെയേറെ ഭദ്രതയുണ്ടാകും. ഇവരുടെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം. ഏതായാലും നല്ല നാളുകളാണ്. അമിതമായ ചിന്തയൊന്നും വേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം. ആ പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഏതായാലും ഇതൊരു പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും.
ഇവർ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. പുതിയ ആശയങ്ങളിലൂടെ ഒരു തൊഴിലിൽ മുന്നേറാൻ ഇവർക്ക് സാധിക്കും. പുതിയ ആശയങ്ങൾ ഇവർക്ക് ഇവരുടെ മനസ്സിൽ വന്നു പതിയുകയും അതിവരെ വിജയത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ജൂൺ മാസം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതമായിരുന്നു, ദുഃഖമായിരുന്നു. എന്നാൽ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന സമയം, ധാരാളം ധനം വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നു. വിവാഹാദി തീരുമാനങ്ങളൊക്കെ നടക്കുന്ന സമയം, അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിന് മുന്നോടിയായി ചില ലക്ഷണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. കുടുംബത്തിൽ പുരോഗതിയും സന്തോഷവും, കുടുംബാംഗങ്ങളും ഒക്കെ ഒന്നിച്ച് നല്ല സന്തോഷത്തോടു കൂടി കഴിയുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ആരോഗ്യത്തിൽ ചെറിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അതായത് ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സാരം. വിദ്യാഭ്യാസപരമായി മികച്ച സമയമാണ്. അനുകൂലമായ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. ധനപരമായിട്ടുള്ള എല്ലാ നേട്ടവും നിങ്ങൾക്കുണ്ടാകും. കടങ്ങളൊക്കെ തീരും. പണം ധാരാളം വന്നു ചേരും. ലോട്ടറി ഭാഗ്യവുമുണ്ട്. ഒരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുകയും ചെയ്യും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായി അനുകൂലമായ സമയമാണ്. കുടുംബത്തിൽ വളരെയേറെ സന്തോഷമുണ്ടാകുന്ന സമയം, ആശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം, ഐശ്വര്യവും സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഉദരരോഗം, അലർജി ഇതൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയമൊക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായും നിങ്ങളുടെ വരുന്നാളുകൾ വളരെയേറെ സംതൃപ്തി നിറഞ്ഞത് തന്നെയായിരിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് വരുന്ന ഇനിയുള്ള ദിവസങ്ങൾ വളരെയേറെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന സമയം തന്നെയാണ്. ആശിച്ചതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്കും പുതിയ അവസരങ്ങൾ മുന്നിൽ തെളിയുന്ന സമയമാണ്. എന്നിരുന്നാലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ജീവിതത്തിൽ ധാരാളം ധനം വന്നു ചേരണമെന്നും മനസ്സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിയണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വളരെയേറെ ഗുണപ്രദമായ സമയമാണ്. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു. കടങ്ങളൊക്കെ തീരുന്നു. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ സമയം. ആശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. വിവാഹകാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകുന്നു. ശത്രുശല്യമൊക്കെ ധാരാളമുണ്ട്. ആ ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടി ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ സാധിക്കും. ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന നക്ഷത്രജാതകരാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ. അവർക്ക് സൽകീർത്തി ഉണ്ടാകുന്നു, ധനമുണ്ടാകുന്നു, ലോട്ടറി അടിക്കുന്നു, വിദേശ യാത്രാ യോഗമുണ്ടാകുന്നു, കർമ്മമേഖലയിൽ വിജയിക്കാൻ കഴിയുന്നു. മകം നക്ഷത്ര ജാതകർ എന്നും ഒരു പടി മുന്നിലായിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർക്കും അനുകൂലമായ സമയത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വിഘ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ പൂജാമുറിയിൽ വയ്ക്കുക, പ്രാർത്ഥിക്കുക. പച്ചക്കർപ്പൂരം അവിടെ വെച്ചേക്കുക. അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. വിഘ്നങ്ങളൊക്കെ മാറി ലക്ഷ്യം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും ഇനി പൂവണിയും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂരാടത്തിന് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. വളരെ അനുകൂലമായ സമയം. ഒരു തൊഴിലന്വേഷിക്കുന്ന പൂരാട നക്ഷത്ര ജാതകർക്കൊക്കെയും തൊഴിലൊക്കെ ലഭിക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറുന്നു. ഇന്നത്തെ ജ്യോതിഷ പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. ചില ദീപലക്ഷണങ്ങളും നാളീകര ലക്ഷണങ്ങളും ഒക്കെ നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്നു. ഭൂമി വാങ്ങുവാനുള്ള യോഗം വന്നു ചേരുന്നു.
അതുപോലെ തന്നെ വാഹനാദി സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാനുള്ള യോഗം വന്നു ചേരുന്നു. അങ്ങനെ പല രീതിയിലും പൂരാട നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ്. എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയമാണ്. ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒരു പൊതുവായ ഫലങ്ങൾ തന്നെയാണ്. എല്ലാ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അല്പം ക്ഷമയോടും വിവേകത്തോടു കൂടിയും നിൽക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം വന്നു ചേരും. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകരൊക്കെയും ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവഭഗവാന് ധാര നടത്തുക, നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ഫലങ്ങൾ മനസ്സിലാക്കാൻ ഗ്രഹനില പരിശോധിക്കണം. ആ ഗ്രഹനില പരിശോധിച്ച് വ്യക്തമായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൂലൈ മാസത്തിൽ മാത്രമല്ല, ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വ്യക്തമായി അറിയാം. വർഷഫലമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതാണ്. തീർച്ചയായും വരുന്ന ആളുകൾ ഭാഗ്യത്തിൻ്റെതാണ്. ഈ നക്ഷത്ര ജാതകരുടേത് ഏറ്റവും അധികം ഭാഗ്യമാണ്. അത് വിദേശത്ത് നിന്നാലും നാട്ടിൽ നിന്നാലും ഇവർക്ക് ഭാഗ്യമാണ്. കൈനിറയെ പണം വന്നു ചേരും. ജീവിതത്തിലെ അങ്കലാപ്പും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിയേക്കും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ദാനധർമ്മങ്ങൾ ചെയ്യുക, മുന്നോട്ട് കുതിക്കുക. നിങ്ങൾക്ക് നല്ലതുകൾ ആശംസിക്കുന്നു. ശംഭോ മഹാദേവ.